ഒരു നീണ്ട നാളത്തെ ലീവ് കഴിഞ്ഞ് പട്ടാള ക്യാമ്പിലേക്ക് വീണ്ടും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പാണിത്. അതെ, വീണ്ടും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന് ഞങ്ങൾ തുടക്കം കുറിക്കുമെന്ന്. ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അനുഭവിക്കാത്തവർക്ക് അത് വെറും കഥ മാത്രമായിരിക്കും. അത് അനുഭവിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ചിലപ്പോൾ അതിൻ്റെ കാത്തിരിപ്പിൻ്റെ വേദന പറഞ്ഞറിയിക്കാനൊന്നും പറ്റൂല. പോകാനാവുന്നതിൻ്റെ ലാസ്റ്റ് ദിവസമായിരിക്കും പെട്ടി നിറക്കാനുള്ള സാധനങ്ങളെല്ലാം മേടിക്കേണ്ട തിരക്ക്. എത്ര വാങ്ങിക്കൂട്ടിയാലും മതിയാവൂല. എപ്പോഴല്ലോ ഒരു 3-4 മാസം കഴിയുമ്പോൾ ലീവ് കിട്ടിയിട്ട് വീണ്ടും നാട്ടിലേക്ക് വരും. ചിലപ്പോൾ മാത്രമേ അതിന് 6 മാസം വരെയെല്ലാം കൂടി പോകലുള്ളൂ. ആ ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരിക്കും ഒരു പട്ടാളക്കാരൻ്റെ ഫാമിലിക്ക്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും റിലേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ചിലപ്പോൾ ഇതെല്ലാം വെറും കഥകൾ മാത്രമായിരിക്കും. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു ജീവിത രീതി എത്രത്തോളം പ്രയാസമാണെന്ന് മനസ്സിലാവുള്ളൂ. ലോങ് ഡിസ്റ്റൻസിലുള്ള എല്ലാ ഹസ്ബൻഡ് ആൻഡ് വൈഫിനും പട്ടാളക്കാർക്കും പ്രവാസികൾക്കൊക്കെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ടെക്നോളജീസ് ഒക്കെ ഒരുപാട് വളർന്നുകൊണ്ട് തന്നെ ഓഡിയോ കോൾ ചെയ്യാനും വീഡിയോ കോൾ ചെയ്യാനും ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇതൊന്നും ഇല്ലാതൊരു കാലം ഉണ്ടായിന്. ഓരോ മാസം കൂടിയിട്ട് ഓരോ കത്ത് വരുന്ന ഒരു കാലഘട്ടം. കാത്തിരിപ്പിനൊരു സുഖമുണ്ടെന്ന് മനസ്സിലായത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായപ്പാണ്. കമന്റ് യുവർ ലോങ് ഡിസ്റ്റൻസ് ലവ്.